ഇന്ന് നമ്മുടെ സൊസൈറ്റി എത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. ഇത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് സൊസൈറ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി മാറുന്നു, ഞാൻ പറയാം ദിനേന മാറുന്നു എന്നുള്ളതാണ്. 95 മുതൽ 2000 വരെയുള്ള ആളുകൾ അവർക്ക് ഒരു നിലക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളല്ല 2000 മുതൽ 2005 വരെയുള്ള ആളുകൾ. അവർക്ക് ഒരു നിലക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളല്ല 2005 മുതൽ 10 അല്ലെങ്കിൽ 12 വരെയുള്ള ആളുകൾ. എൻറ്റയർലി ഡിഫറെന്റ്. ഈവൻ ട്രെൻഡുകൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ദാറ്റ് മച്ച് ചേഞ്ച് ഉള്ളതാണ്. ഒരു 5 കൊല്ലത്തിന്റെ ഗ്യാപ്പിലാണ് പറഞ്ഞത്. 5 കൊല്ലത്തിന് കൂട്ടമായി എടുത്താൽ ഇപ്പോൾ പറഞ്ഞാൽ ഒരു കൊല്ലത്തിന്റെ കൂട്ടമായി എടുത്താൽ അവിടെയും നമുക്ക് വേറെ ചേഞ്ചസ്. അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു കമ്പാർട്ട്മെന്റ് അകത്ത് തന്നെ വേറെ കമ്പാർട്ട്മെന്റ് കാണാം. അത് ഇതിനു മുന്നുണ്ടായിരുന്ന ആ ഒരു മാറുന്നതിന്റെ അളവല്ല ഇന്റർനെറ്റ് വന്ന സമയത്ത് മാറുന്നതിന്റെ അളവ്. കാരണം ആ സ്പീഡ് എന്ന് പറഞ്ഞാൽ കൂടിയത് അത്രയും വലിയ രീതിയിലാണ്. ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു തോട്ട് ഇന്ത്യയിലേക്ക് എത്തി, ഇന്ത്യയിൽ ആ തോട്ട് ഡെവലപ്ഡ് ആയി, അത് വീണ്ടും അത് ബ്രെയിനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ തോട്ടുകൾ പരസ്പരം കണക്റ്റഡ് ആയി എല്ലാ ബ്രെയിനുകളുടെയും തോട്ടുകൾ കൂടി ചെന്ന ഒരു ഐഡിയ ആയിട്ട് രൂപീകരിക്കാൻ പണ്ട് ഒരുപാട് മൂവ്മെന്റ് ഉണ്ടാവുന്നതല്ലേ. പണ്ട് ഒരുപാട് സമയമായിരുന്നു. ഒരു കത്തെങ്കിലും എഴുതണം, കത്ത് എഴുതുകയോ പുസ്തകം എഴുതുകയോ പ്രഭാഷണം കേൾക്കുകയോ ചെയ്യണം. ഇന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഈ ഭൂമിയുടെ ഒരു കോണിലിരിക്കുന്ന നമുക്ക് നേരെ അപ്പോർട്ട് സൈഡിലിരിക്കുന്ന ആളുടെ തോട്ട് കിട്ടാൻ, അയാളുടെ ബ്രെയിൻ നമ്മളോട് ഷെയർ ചെയ്യാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. സോഷ്യൽ മീഡിയ ലിറ്ററസി, സോഷ്യൽ മീഡിയ എത്തിക്സ് എന്നുള്ളത് ഇപ്പോൾ ഒരു ഉമ്മ ഒരു ഉപ്പ അവരുടെ മക്കൾക്ക് എങ്ങനെ ഒരു മീഡിയ പാരന്റിങ് കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് ഇപ്പോൾ സോഷ്യൽ മീഡിയ 15 വർഷമായി ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതില്ല. നോളജ് ഇസ് നോട്ട് ഇന്നസെന്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇന്റൻഷൻ ഓഫ് ദ പ്രൊഡ്യൂസർ. ഭയങ്കര, അതായത് നമ്മൾക്ക് കിട്ടുന്ന എല്ലാ അറിവും അത്ര ഇന്നസെന്റ് അല്ല, നിഷ്കളങ്കമല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇന്റൻഷൻ ഓഫ് പ്രൊഡ്യൂസർ. അത് ഉണ്ടാക്കിയ ആളുടെ ഇന്റൻഷൻ എന്താണോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മക്കൾ ആലോചിക്കണം. ഞാനൊരു റീൽ കാണുന്നു, ഞാനൊരു ഒരു പോസ്റ്റ് വായിക്കുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആളുടെ ഇന്റൻഷൻ എന്താണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് എല്ലാവരും പറയുന്ന സംഭവമാണല്ലോ. ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം സ്വിസ്, ഡെൻമാർക്ക് ഒക്കെയാണ്. അപ്പോൾ ഈ സ്വിസ് ഹെൽത്ത് ഒബ്സർവേറ്ററിയുടെ ഒരു ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ ഷൂളർ എന്നാണ്. ഡാനിയൽ ഷൂളർ പറയുന്നത് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷമുള്ള ഒരു രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. ഞാൻ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഞാൻ വിചാരിച്ചു, ശരി, ഈ ഡെൻമാർക്കും അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡും ഒക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകൾ. എത്ര ഫേക്ക് ആണെന്ന് അറിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപാട് കൺസേണുകളുള്ള, എല്ലാവരും വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്ന, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണെങ്കിലും ബുദ്ധിജീവികളാണെങ്കിലും അതിനി സാധാരണ പീഡികത്തിനയിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ ഒരു അനാലിസിസ് ഒക്കെ നടത്തുന്ന, അവലോകനമൊക്കെ നടത്തുന്ന, സമൂഹത്തെ പറ്റി അഭിപ്രായം എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു നിലക്ക് കൺസേൺഡ് ആയ അവർ ഗൗരവമായി പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. അഥവാ സാമൂഹിക മാറ്റം, സോഷ്യൽ ചേഞ്ച്. സമൂഹം ഇങ്ങനെ മാറുന്നു, ഒരു അപകടകരമായ വളരെ വളരെ ഡേഞ്ചറസ് ആയ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു. നമ്മളിതിന് പരിഹാരം കാണേണ്ടതുണ്ട്, അതിന് ഈ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ആ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. ചില വിഷയങ്ങളിൽ പരിഹാരമേ സാധ്യമാവില്ല, അത്ര വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ പല അടരുകൾ അതിനുണ്ട്. അത് ക്രൈമുകൾ, കുറ്റകൃത്യങ്ങളാവാം, ചിന്താഗതികളാവാം, വെറും പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളാവാം. പല രീതിയിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഈ പൊതുവെ ഇതിനെല്ലാം ഈ സാമൂഹിക മാറ്റം, സോഷ്യൽ ചേഞ്ച് എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ബേർഡ് വ്യൂ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ടോട്ടലി സോഷ്യൽ ചേഞ്ചുകൾ, അതേപോലെ തന്നെ അതിനെ അവലോകനം ചെയ്യുന്ന ഒരു സമൂഹം, നമുക്ക് എങ്ങനെയാണ് അതിനെ മൊത്തത്തിൽ കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് സൊസൈറ്റി മാറുന്നുണ്ടോ എന്ന ഒരു പഠനം കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പഠനം വളരെ കുറഞ്ഞ ആളുകളിലേക്ക് മാത്രം പരിമിതപ്പെടുന്നു. മീഡിയയിൽ കുറച്ച് ആളുകൾ, കുറച്ചൊരു പ്രബുദ്ധരായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, ഓൺട്രപ്രണേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ഇങ്ങനെ കുറച്ച് ആളുകളാണ് സത്യത്തിൽ ഈ സോഷ്യൽ ചേഞ്ചിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അത്യപാരമായ ഒരു വലിയ മാറ്റം ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പല സമയങ്ങളിലാണ്. ഇപ്പോൾ ചരിത്രം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ സംസ്കാരം തുടങ്ങി, പുഴയുടെ തീരത്ത് താമസിക്കുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുശേഷം കൃഷി ആരംഭിക്കുന്നു, അഗ്രികൾച്ചർ, നമ്മൾ പറയാറുണ്ട് അഗ്രി പ്ലസ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കൃഷി എന്ന് പറഞ്ഞാൽ. അതിന് ശേഷം മനുഷ്യന് വായന, പഠനം, ചിന്ത, ആലോചന, യാത്രകൾ, എക്സ്പ്ലോറേഷൻ, ഗവേഷണം, ശാസ്ത്രീയ ഗവേഷണം, പിന്നെ ആധുനിക ലോകത്ത് വന്നാൽ ശാസ്ത്രത്തിൻ്റെ വിവിധങ്ങളായ വൈജ്ഞാനിക രൂപങ്ങൾ പലതുണ്ട്. ഇപ്പോൾ സൊസൈറ്റി ഓരോ സമയത്തും ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന പരിണാമമോ അല്ലെങ്കിൽ ചേഞ്ച്,
മാറ്റമോ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ചേഞ്ച് സൊസൈറ്റിയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതും എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും സാധാരണ ഒരു 80% ഓഫ് പീപ്പിൾ അവരിതിനെക്കുറിച്ച് കൺസേൺഡേ അല്ല, അവരാലോചിക്കുന്നേ ഇല്ല. അവർ ചേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവരുടെ വലിയ ആവലാതികൾ. അവരെ ആ ഒരു ചേഞ്ച് ബാധിച്ച് തുടങ്ങുമ്പോഴാണ് ഓഫ് ദ സൊസൈറ്റി ഈസ് ദിസ് മച്ച് ചേഞ്ച്ഡ്, ഇത്രയധികം സമൂഹം മാറിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞ വലിയ സ്പെക്ട്രം ഓഫ് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ മാറിയ മാറ്റങ്ങളെ പറ്റി വലിയ രീതിയിൽ കൺസേൺസ് പങ്കുവെക്കുന്നു. പക്ഷെ മാറുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നൊരു ഒബ്സർവേഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യോളജിയാണ് സത്യത്തിൽ ഈ സമൂഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പഠനം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്കൊക്കെ സോഷ്യോളജിയെക്കുറിച്ച് വായിക്കണം, പഠിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇബ്നു ഖൽദൂനെയാണ്, മുഖദ്ദിമയാണ് ഓർമ്മ വരികയാണ്. നമ്മൾ വായനയൊക്കെ തുടങ്ങുന്ന കാലത്ത് വായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ. പിന്നീട് ആധുനിക സോഷ്യോളജി വേണമെങ്കിൽ അഗസ്റ്റ് കോംറ്റയുടെ ചിന്തകളും ആലോചനകളൊക്കെയാണ്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് ഇന്ന് നമ്മുടെ സൊസൈറ്റി എത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. ഇത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് സൊസൈറ്റി മാറിയിട്ടുണ്ട്. ഈ സൊസൈറ്റി മാറുന്നു, ഞാൻ പറയാം ദിനേന മാറുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സാധാരണ പറയും 20 വർഷത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ 10 വർഷത്തിൻ്റെ മാറ്റം. ശരിക്ക് എവ്രി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു ചേഞ്ച് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് പല വിധത്തിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതെ, അത് നമുക്ക് ജനറേഷനുകളെ പറ്റി പറയുമ്പോൾ പോലും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജെൻസി നമ്മൾ പറയാറുണ്ട്. ജെൻസി എന്ന് പറഞ്ഞാൽ ഒരു 1995 ശേഷം 95 അല്ലെങ്കിൽ 7, അതുപോലെ 2010 അല്ലെങ്കിൽ 12 വരെയുള്ള കാലഘട്ടമാണ്. ഇത് നമ്മളൊരു ജനറേഷനായിട്ടാണ് വായിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു 15-20 വർഷത്തിൻ്റെ ഒരു കൂട്ടം. പക്ഷെ അതിൽ കാണുന്ന ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുള്ള തരത്തിലുള്ള ആളുകളാണ്. 95 മുതൽ 2000 വരെയുള്ള ആളുകൾ അവർക്കൊരു നിലക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളല്ല 2000 മുതൽ 2005 വരെയുള്ള ആളുകൾ. അവർക്ക് ഒരു നിലക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളല്ല 2005 മുതൽ 2010 അല്ലെങ്കിൽ 12 വരെയുള്ള ആളുകൾ. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈവൻ ട്രെൻഡുകൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ദാറ്റ് മച്ച് ചേഞ്ച് എന്നുള്ളതാണ്. ഒരു 5 കൊല്ലത്തിന്റെ ഗ്യാപ്പിലാണ് പറഞ്ഞത്. 5 കൊല്ലത്തിന്റെ കൂട്ടമായി എടുത്താൽ നമ്മൾ പറഞ്ഞ പോലെ 1 കൊല്ലത്തിന്റെ കൂട്ടമായി എടുത്താൽ അവിടെയും നമുക്ക് വേറെ ചേഞ്ചസ്. അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു കമ്പാർട്ട്മെന്റ് അകത്ത് തന്നെ വേറെ കമ്പാർട്ട്മെന്റ് കാണാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ലെങ്സ് വെച്ച് വായിക്കാന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ അങ്ങനെ സൊസൈറ്റി വിലയിരുത്തിയാൽ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം ഇത് നമ്മളിങ്ങനെ മാറുന്നു, ലേക്ക് എന്നുള്ളതല്ല, ഇൻടു അല്ല, ശരിക്കും ചേഞ്ച്ഡ് ആണ്. ചേഞ്ച് സൊസൈറ്റി, ചേഞ്ച്ഡ് ഫ്രെയിം. ഈ ഫ്രെയിമിനെയാണ് ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ സൊസൈറ്റി മാറി ഈ മാറ്റത്തിന്റെ കാരണം സമതിന് എന്താ തോന്നുന്നത്? ഇപ്പോൾ സൊസൈറ്റി മാറി എന്ന് പറയുമ്പോൾ മാറ്റത്തിന് പലവിധ കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു ഫ്രഞ്ച് വിപ്ലവം വരും, അതല്ലെങ്കിൽ ഏതെങ്കിലും വാർ വരും, അതല്ലെങ്കിൽ ഒരു മോഡേണൈസേഷൻ, ഒരു മോഡേണിറ്റി, ഒരു ആധുനികത വരുന്നു എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു 20 വർഷം വരെയുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ മാത്രം എടുത്ത് നോക്കിയാൽ സൊസൈറ്റി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം സമ്മതിന് ആ ഒരു ആംഗിൾ. നിങ്ങൾ പറഞ്ഞ ചരിത്രം നമ്മൾ നോക്കുമ്പോഴേ ഇപ്പോൾ നമ്മൾ കുറേ മുന്നേ മുതൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വസ്തുത ഉണ്ടല്ലോ. ആ വസ്തുത നോക്കുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മുന്നേ മാറിയ അതേ ആക്സിലറേഷനിലല്ല ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആക്സിലറേഷൻ കൂടിയിട്ടുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 ഒക്കെ നമുക്ക് നടന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ട് ഇത് മാറിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 4ാം ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അത് നടന്നതിന് ശേഷം ലോകം മാറിയതെന്ന് പറഞ്ഞാൽ, അഥവാ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ലോകം മാറിയതെന്ന് പറഞ്ഞാൽ വേഗത വളരെ വലിയ രീതിയിൽ കൂടുക. ഈ വേഗതയാണ് മാറ്റത്തിന്റെ ആക്സിലറേഷൻ കൂട്ടാനുള്ള ഏറ്റവും പ്രധാന കാരണം. അഥവാ ഇന്റർനെറ്റ് കൊടുക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു വേഗത. ഇപ്പോൾ മനുഷ്യൻ നടന്നു പോയിരുന്നിടത്തുനിന്ന് അവന് ആനിമൽസിന് അവൻ എന്താ പറയാ മൃഗങ്ങളെ അവൻ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവനൊരു വേഗത കൂടുതൽ കിട്ടി. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി. അതിനുശേഷം അതൊരു ടയറിലേക്ക് എത്തിയപ്പോൾ അവന് കുറച്ചും കൂടി വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചപ്പോഴാണ്.
പിന്നെ അത് അവൻ ചെയ്തിരുന്ന കാര്യങ്ങളെ മെഷീനൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ, യാന്ത്രികവൽക്കരിക്കാൻ പറ്റിയപ്പോൾ, മെക്കാനൈസേഷൻ നടത്തിയപ്പോൾ അതിനൊരു ഒരു 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 വലിയൊരു സ്പീഡ് അവന് ചെയ്യുന്ന കാര്യങ്ങളുടെ വേഗത കൂടുന്നതിനാണല്ലോ പെട്ടെന്ന് മാറ്റത്തിലേക്ക് എത്തിക്കാം. ഇത് വളരെ വലിയ രീതിയിലാണ് ഇത് ഇന്റർനെറ്റ് മാറ്റിയത്. അത് ഇതിനു മുന്നുണ്ടായിരുന്ന ആ ഒരു മാറുന്നതിൻ്റെ ഒരു അളവല്ല ഇന്റർനെറ്റ് വന്ന സമയത്ത് മാറുന്നതിൻ്റെ അളവ്. കാരണം ആ സ്പീഡ് എന്ന് പറഞ്ഞാൽ കൂടിയത് അത്രയും വലിയ രീതിയിലാണ്. ഇപ്പോൾ അമേരിക്കയിലുള്ളൊരു തോട്ട് ഇന്ത്യയിലേക്ക് എത്തി, ഇന്ത്യയിൽ ആ തോട്ട് ഡെവലപ്ഡായി, അത് വീണ്ടും അത് ബ്രെയിനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ തോട്ടുകൾ പരസ്പരം കളക്റ്റഡായി എല്ലാ ബ്രെയിനുകളുടെയും തോട്ടുകൾ കൂടി ചെന്ന ഒരു ഐഡിയ ആയിട്ട് രൂപീകരിക്കാൻ പണ്ട് ഒരുപാട് ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നതല്ലേ. പണ്ട് ഒരുപാട് സമയം വേണമായിരുന്നു ഇതിന്. ഒരു കത്തെങ്കിലും എഴുതണം, കത്ത് എഴുതുകയോ പുസ്തകം എഴുതുകയോ പ്രഭാഷണം കേൾക്കുകയോ ചെയ്യണം. ഇന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഈ ഭൂമിയുടെ ഒരു കോണിലിരിക്കുന്ന നമുക്ക് നേരെ അപ്പുറത്ത് സൈഡിലിരിക്കുന്ന ആളുടെ തോട്ട് കിട്ടാൻ, അയാളുടെ ബ്രെയിൻ നമ്മളോട് ഷെയർ ചെയ്യാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. അപ്പോൾ ബ്രെയിൻ ഷെയറിങ് അത്ര സ്പീഡിൽ നടക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിൽ മാറ്റം വളരെ വേഗത്തിലാകുന്നതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാനിങ്ങനെ ഇത് ആലോചിക്കുമ്പോഴേ, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വില്യം ബ്ലേക്കിൻ്റെ ലണ്ടൻ എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ എന്നെ അതിൽ അട്രാക്റ്റ് ചെയ്തത്, നമ്മളിങ്ങനെ ഈ നഗരങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഒരു നഗരം മാറുന്നത്. ഇപ്പോൾ ഏറ്റവും ഫാഷനബിളായ ലോകത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ആളുകൾ പറയും അത് പാരീസ് ആണെന്ന് പറയും. ഓരോ ദിവസവും പാരീസിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. അത് ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ന്യൂജൻ ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം മറ്റൊക്കെ അവർ നോക്കുന്ന സമയത്ത് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ ഈ നമ്മൾ ബിവിൽഡർമെൻ്റ് എന്ന് പറയും, അത്ഭുതവും കൗതുകവും രസവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നഗരമായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങളന്ന് പഠിക്കുന്ന കാലത്ത് വില്യം ബ്ലേക്കിൻ്റെ ലണ്ടൻ എന്ന് പറയുന്നൊരു പോയിൻ്റായിരുന്നു. ഈ ലണ്ടനിൽ വില്യം ബ്ലേക്ക് ഈ ലണ്ടൻ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ലണ്ടൻ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ, ആൻഡ് മാർക്ക് ഓഫ് എവറി ഫേസ് ഐ മീറ്റ് ദ മാർക്ക് ഓഫ് വീക്ക്നെസ് ആൻഡ് വോ എന്ന് പറഞ്ഞാൽ, ഞാൻ ലണ്ടൻ നഗരത്തിലൂടെ കാണുന്ന മനുഷ്യരുടെ മുഖത്ത് മുഴുവൻ ദൈന്യതയും പ്രയാസമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ നഗരജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളിൽ നിന്ന് അവർക്ക് ആത്മീയമായതൊന്നും കിട്ടുന്നില്ല. അവരൊരു ഹാപ്പിനെസ്, നമ്മൾ പറയില്ലേ, ഒരു ഹാപ്പി സീക്കിങ് അല്ലെങ്കിൽ പ്ലഷർ സീക്കിങ് ആയിട്ടുള്ള ഒരു 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 തലമുറയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ കാലഘട്ടത്തിൻ്റെ ആ സമയത്ത്. ഇത് റുഡ്യാർഡ് കിപ്ലിങ്ങിനെ പോലത്തെ ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് ആയിരുന്നു, ഫോർ ഓൾ വി ഹാവ് ആൻഡ് ആർ, നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണിത്. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ചേഞ്ച്, സമൂഹം മാറുന്നതിനൊരു കാലമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ സമൂഹം മാറുന്നു എന്ന് നമ്മളിങ്ങനെ ആശങ്കപ്പെടുക എന്നല്ല, ശരിക്കും അതിശക്തമായ മാറ്റം വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ എൻജിനീയറിങ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് വളരെ വലുതാണ്. സോഷ്യൽ മീഡിയ വന്നു, എല്ലാവരും അപ്പോൾ ആദ്യം അതിനെ വിമർശിച്ചു ആളുകൾ. പക്ഷേ ആളുകൾക്ക് മനസ്സിലായി ഇത് പതുക്കെ ക്രീപ്പ് ചെയ്യാണ്, എല്ലാ ഇടങ്ങളിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ട്. അത് വിൽപ്പനയാണെങ്കിലും, നമ്മൾ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഒരു സംഗതിയെ വാങ്ങാൻ, അത് വിൽപ്പന നടത്താൻ, അത് പ്രചരിപ്പിക്കാൻ ഒരു മീഡിയമായി. പിന്നെ പതുക്കെ നമ്മൾ കാണുന്നത്, ആദ്യമൊക്കെ നമ്മളെ എക്സിബിറ്റ് ചെയ്യുന്നു. പിന്നെ മനസ്സിലായി നമ്മുടെ കച്ചവട വസ്തുക്കൾ, നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ അസറ്റുകൾ, ഇതിനെ മുഴുവൻ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലായി. പക്ഷേ അത് നടക്കുമ്പോഴും സോഷ്യൽ മീഡിയ ലിറ്ററസി, സോഷ്യൽ മീഡിയ എത്തിക്സ് എന്നുള്ളത്, ഇപ്പോൾ ഒരു ഉമ്മ, ഒരു ഉപ്പ അവരുടെ മക്കൾക്ക് എങ്ങനെ ഒരു മീഡിയ പാരൻറ്റിങ് കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് ഇപ്പോൾ സോഷ്യൽ മീഡിയ 15 വർഷമായി ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതില്ല അല്ലേ? ഈ ബോൺ ഇൻ്റർനെറ്റ് യൂസേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജെൻസിയുടെ സെക്കൻഡ് ഹാഫ് മുതൽ, ഒരു 2005 ശേഷമുള്ള കുട്ടികൾ മുതൽ, അതുപോലെ ആൽഫ ജനറേഷനാണ് 2010-12 ശേഷമുള്ള കുട്ടികളാണെങ്കിലൊക്കെ ബോൺ ഇൻ്റർനെറ്റ് യൂസേഴ്സാണ്. അതൊരു ന്യൂ സാധനമാണ്. ബോൺ ഇൻ്റർനെറ്റ് യൂസർ എന്ന് പറഞ്ഞ സാധനം മുന്നല്ല. അപ്പോൾ ഇതൊരു പുതിയ, ആ കുട്ടികൾ എന്ന് പറഞ്ഞൊരു പുതിയ രൂപത്തിലാണ് വളർന്നു വരുന്നത്. അവരുടെ ഇപ്പോൾ നേരത്തെ പാരൻറ്റിങ്ങിൻ്റെ വിഷയം പറഞ്ഞ സമയത്ത് അവരുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കുട്ടിക്കാലമുള്ളൊരു ജനറേഷനെ മുന്നത്തെ ആർക്കും കിട്ടിയിട്ടില്ല. ബിക്കോസ് ഒരു ചെറിയ സമയത്ത് കുട്ടികൾ ഇൻഫർമേഷൻസ് സ്വീകരിച്ച് അവരുടെ ഒരു വേൾഡ് വ്യൂവും ട്രസ്റ്റും വേയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, അഥവാ പഠിക്കുന്ന പ്രായം. നമ്മൾ ചൊട്ടയിലെ ശീലം എന്ന് ആ ചൊട്ടയിലെ ശീലം ഉണ്ടാക്കുന്ന സമയം. അപ്പോൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് മുന്നേ ഉള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ റിയാസ്കഞ്ച് ഒരു കുട്ടി, ആ കുട്ടി വളരുന്നത്
റിയാസ്കക്ക് പരിചിതമായ ചുറ്റുപാടുകളിലാണ്. റിയാസ്കക്ക് അറിയാം ഈ കുട്ടി എവിടെയൊക്കെ പോകുന്നു. നമ്മൾ പറയാറില്ലേ ഈ കളി നമ്മൾ മുന്നേ കളിച്ചതാണ്, ഇതെനിക്കറിയാം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് വന്നാന്ന് പറയാറില്ലല്ലോ. അത് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കുട്ടി പോകുന്നത് പാരൻസ് മുന്നേ പോയ വഴികളിലൂടെയാണ്. മാറ്റങ്ങൾ ഉണ്ടാവും, ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ ജനറേഷനിലും ആ കുട്ടിക്ക് ആ ഇടപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറേയൊക്കെ സിമിലറാണ്. ഒരു 80-70% എങ്കിലും സിമിലറാണ്. കുട്ടി കാണുന്ന ആളുകൾ ഈ അയൽവാസികളാണ് കാണുന്നത്, ഈ അയൽവാസികളുടെ മക്കളാണ് ഫ്രണ്ട്സ്, അവരിൽ നിന്നുള്ള ആശയങ്ങളാണ് കുട്ടികൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ ഉപ്പക്കോ ഉമ്മക്കോ അറിയുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് കുട്ടി കൺസ്യൂം ചെയ്യുന്നത്. ആശയങ്ങളായിക്കോട്ടെ, ബിഹേവിയർ ആയിക്കോട്ടെ, എല്ലാം. എന്നാൽ അങ്ങനത്തെ ജനറേഷൻ അത് കഴിഞ്ഞു. സഹസ്രാബ്ദങ്ങൾ തുടർന്നു പോകുന്നതിന് ഈ സംവിധാനം അവസാനിച്ചു. സ്പോണ്ടേനിയസ് ആയിട്ട് 2005 മുതലോ 2007 മുതലോ കുട്ടികൾ ആഗോളമായി കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നു, ബിഹേവിയർ കൺസ്യൂം ചെയ്യുന്നു, അതേപോലെ തന്നെ ശീലങ്ങൾ ഉണ്ടാക്കുന്നു, ഹാബിറ്റുകൾ ഉണ്ടാക്കുന്നു. ഈ കുട്ടി ആഗോളമായി ഇതൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഈ പാരൻസ് ഈ ആഗോളമായി ഈ ഒരു സംവിധാനത്തോട് എക്സ്പോസ്ഡ് അല്ല. ഇനി ഈവൻ ഈ പാരന്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പാരന്റിന്റെ ഫീഡും ഈ കുട്ടിയുടെ ഫീഡും രണ്ട് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് അതിലുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നിപ്പോവും വല്യമാൻ്റെ ഒക്കെ വാട്സപ്പ് യൂട്യൂബ് എടുത്ത് നോക്കി തോന്നിപ്പോവും ഈ ലോകത്ത് എല്ലാവരും വയത് മാത്രമേ കേൾക്കുന്നുള്ളൂ. വല്യമാക്ക് അത് മാത്രമേ വരുന്നുള്ളൂ. ഉമ്മാന്റെ അടുത്ത് നോക്കിയാൽ ഉമ്മാക്ക് ചില കോൺസ്പിറസി ന്യൂസുകളും സെൻസിറ്റീവ് വിഷയങ്ങളും, അതെ, പിന്നെ അതേപോലെ അടുക്കള വിഷയങ്ങൾ, പിന്നെ പ്രഭാഷണങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അധികം കാണും. ഉപ്പയുടെ വേറെ ആയിരിക്കും, ടീനേജിലുള്ള മകൻ്റെ വേറെ ആയിരിക്കും, ടീനേജിലുള്ള മകളുടെ വേറെ ആയിരിക്കും. അപ്പോൾ ഒരാൾ മറ്റൊരാളുടെ സോഷ്യൽ മീഡിയ വേൾഡിനെ പറ്റി അൺഅവെയറാണ്. ഈ വേൾഡ് എങ്ങനത്തെ വേൾഡാണ്? ഒരു കുട്ടി 8 hours 7 hours 6 hours ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന അവൻ്റെ ജീവിതവും ജീവിത വീക്ഷണവും ഹാബിറ്റും ബിഹേവിയറും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ലോകമാണ്. അപ്പോൾ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നു. ഈ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പുതിയ പഠനം നടക്കണ്ട, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായി ഗവേഷണം നടത്തി പാരൻറ്റിങ്ങിനടക്കം വ്യക്തമായ മോഡൽ ഉണ്ടാക്കുന്നത് ഡിമാൻഡ് ചെയ്യുന്നൊരു സാഹചര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ പാരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പാരൻസ് ഇങ്ങനത്തെ ഒരു കുട്ടികൾ മുന്നേ അനുഭവിച്ചിട്ടില്ല. ഈ പാരൻസിന് ഇങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേറെ ആളുകളുമില്ല. കാരണം ഇതേപോലത്തെ എക്സ്പീരിയൻസ് ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല. അവരുടെ ഗ്രാൻഡ്പ്പമാർ അല്ലെങ്കിൽ വല്യപ്പമാരോ ഉണ്ടാവും, മകനെ എങ്ങനെ നോക്കിട്ടോ, ഇപ്പൊ കൊണ്ടുവന്ന പാരന്റിങ് ശരിയല്ല കേട്ടോ, ഇത് മുന്നേ പാരന്റിങ് ചെയ്ത് ശീലിച്ച ആളുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഒരു ജനറേഷനെ ഡീൽ ചെയ്തിട്ട് ആർക്കും പരിചയമില്ല എന്നുള്ളതാണ്. എല്ലാവരും എക്സ്പെരിമെന്റുകളിലാണ് മൂവ് ചെയ്യുന്നതാണ്. ഇത് പാരന്റിങ്ങിന്റെ പെർഫെക്ഷൻ നന്നായിട്ട് കുറക്കുന്നു. അത് സ്വാഭാവികമായിട്ടും എല്ലാം പരീക്ഷണങ്ങളായിട്ട് മാറുന്നു. ഈ പരീക്ഷണങ്ങളിൽ അധികവും പരാജയപ്പെട്ടു പോകുന്നു. അധികവും തിരിച്ചറിയപ്പെടാതെ പോകുന്ന പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം കുട്ടികളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നൊരു സംഭവം, നമ്മുടെ ഈ സോഷ്യൽ ചേഞ്ചിനെ ഏറ്റവും കൂടുതൽ വിലയിരുത്തേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സോഷ്യൽ ചേഞ്ചിനെ എത്ര കണ്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ വളരെ അടുത്ത് ഏതാണ്ട് ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും യാത്ര ചെയ്ത വലിയൊരു യാത്രികനുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജപ്പാനിൽ കുട്ടികൾ എങ്ങനെ വാഷ്റൂം യൂസ് ചെയ്യണം എന്നുള്ളത് അവരുടെ സിലബസിലുണ്ട്. ഇതൊരു എന്താ പറയുക, നമ്മൾ ഇത്രയും കാലമായി ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ വിഭവമുള്ള രാജ്യമായിട്ടൊക്കെ നമ്മൾ നിലനിൽക്കുമെങ്കിലും നമ്മുടെ ഒരു സിലബസിലും ഇത്ര ഫണ്ടമെൻ്റലായി പഠിപ്പിക്കേണ്ട ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും അടിവേരുന്നാണ്. പിന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ചേഞ്ചിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മുടെ സിലബസിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല. നമ്മളെപ്പോഴും പറയാം സിലബസുകൾ പരിഷ്കരിക്കപ്പെടണം, നമ്മൾ അപ്ഡേറ്റഡ് ആവണം. ഈ അപ്ഡേറ്റ് എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ഉച്ചരിക്കുന്ന ആളുകൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. ഞാൻ അപ്ഡേറ്റഡ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത്. നമ്മൾ പറയും ഫിൻലാൻഡ് വിദ്യാഭ്യാസം കൊടുത്താൽ മതി, അവർ എക്സ്പീരിയൻസ്ഡ് ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ സിലബസുകൾ ഇപ്പോഴും നിൽക്കുന്നത് ഒരു വളരെ വലിയ ശതമാനത്തോളം എത്രയോ നൂറ്റാണ്ട് പിറകിലാണ്. അത് ആ ഒരു ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ സത്യത്തിൽ ആർക്കും സാധിക്കുന്നില്ല. അത് എല്ലാ ഏരിയകളിലും ഇപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സംവിധാനം കുട്ടികളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്കില്ലുകൾ, അതെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവർ ശ്രദ്ധിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ, പെരുമാറ്റ ഗുണങ്ങൾ, അവർ അഡ്രസ്സ് ചെയ്യുന്ന ലോകത്തെ പറ്റി അവർക്ക് കൊടുക്കുന്ന ധാരണകൾ, ഇതിൽ ഒന്നിലും റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമില്ല. കാരണം കുട്ടികൾ അഭിമുഖീകരിക്കുന്നത് വേറൊരു സൊസൈറ്റിയെ. ഇവരുടെ കഥകളിലും നോവലുകളിലുള്ളത്
അല്ലെങ്കിൽ ഇവർക്ക് മോറൽ ലെസൺസ് ആയിട്ട് കിട്ടുന്നത് വേറൊരു സൊസൈറ്റിയുടെ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആണ്. ഈ റെഫറൻസ് വെച്ച് കുട്ടി എങ്ങനെയാണ് ഈ റിയാലിറ്റി കൊണ്ട് എൻഗേജ് ആ കാലുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചിന്ത കൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇറങ്ങാം, ഈ റിയാലിറ്റിയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു സിലബസ്, അല്ലെങ്കിൽ എത്രയോ മുന്നേ കണക്ഷൻ വിട്ടുപോയൊരു സിലബസ് അത് ഫോളോ ചെയ്യുന്നുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും കാണുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ജോബ് സ്കില്ല് എന്നൊക്കെയുള്ള വിഷയത്തിൽ ഈ സാധനം കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. സാമൂഹിക മാറ്റം എന്നുള്ളതിലപ്പുറം ജോബ് ഓറിയൻറ്റഡ് അല്ല, സ്കിൽ ഓറിയൻറ്റഡ് അല്ല നമ്മളെ വിദ്യാഭ്യാസ സംവിധാനം. എന്തൊക്കെയോ പഠിപ്പിക്കുന്ന കുട്ടികൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാനോ പ്രൊഡക്റ്റീവ് ആകാനോ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു ഒരു കണ്ടീഷൻ. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴും IT ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്താണ് IT എന്നുള്ള സിലബസിലുള്ള കാര്യങ്ങൾ വളരെ ബേസിക് സാധനങ്ങളാണ്. ഇതിനേക്കാൾ എത്രയോ ഹൈ ലെവൽ ഇൻഫോംഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടി. ഈ IT 8ാം ക്ലാസ് 9ാം ക്ലാസ് സിലബസ് എന്താണുള്ളത് അതിനേക്കാൾ ഇൻഫോംഡും കമ്പ്യൂട്ടറും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വയ്ക്കുന്ന കുട്ടിയായിരിക്കും ഈ 6ഉം 7ഉം വയസ്സായിട്ട് കുട്ടികൾ പോലും. ആ കുട്ടികളുടെ മുന്നിലേക്ക് IT സിലബസ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, തീരെ ബേസിക്സ് ആണ്. അപ്പോൾ ഇത് മുന്നേ ആ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. കുട്ടികളുടെ സ്കില്ലും കാര്യങ്ങൾക്കും അഡ്രസ്സ് ചെയ്യാൻ ഒരിക്കലും എഡ്യൂക്കേഷൻ സിസ്റ്റം പറ്റുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ സാമൂഹിക മാറ്റം എന്നുള്ള ആസ്പെക്റ്റിലും വിദ്യാഭ്യാസ സംവിധാനം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഈ സൊസൈറ്റിയുടെ ചേഞ്ച് ശരിക്ക് കൊണ്ടുവരുന്ന 2 വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബിസിനസ് ചെയ്യുന്നവരാണ്, നമ്മൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയും. 2 പൊളിറ്റീഷ്യൻസാണ്, 3 ഓർഗനൈസേഷൻസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഓൺട്രപ്രണേഴ്സ് എപ്പോഴും അപ്ഡേഷന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം. അതുകൊണ്ട് ആ പ്രോഡക്റ്റിൻ്റെ ഒരു ടാർഗറ്റ് എന്താ പറയുക, അവരുടെ ക്ലയൻറ്റ്സ് ഏതാണെന്ന് അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. പൊളിറ്റീഷ്യൻസ് അവരുടെ വളരെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് പവർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, മറ്റൊന്ന് ഐഡിയോളജി പ്രൊപ്പഗേഷനാണ്. പക്ഷേ അതിൻ്റെ താഴെ വരുന്ന ഒരു വലിയ വിഭാഗമാണ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ. അത് മതപരമാവാം, അല്ലെങ്കിൽ മറ്റുള്ള സാംസ്കാരിക കൾച്ചറലാവാം, ഒക്കെ NGO ഒക്കെ ആവാം. ഇവരൊന്നും സൊസൈറ്റിയെ അവരുടെ സൊസൈറ്റി മാറുന്നു എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലൊരു പ്രശ്നമാണ് നമ്മുടെ വീടിൻ്റെ അകത്തും. സൊസൈറ്റിയിൽ സോഷ്യൽ ചേഞ്ച് വീടിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുന്നുവെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരും, നമ്മൾ IT എന്താ പറയുക, എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ IT സാക്ഷരത നേടിയ ഗ്രാമം ചമ്രവട്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ എല്ലാവരും, സൊസൈറ്റിയിലെ എല്ലാവർക്കും ഈ രൂപത്തിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പറയും നമ്മൾ ഗ്ലോബലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഈ പണ്ടൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ, ആഗോളവൽക്കരണത്തിൻ്റെ എന്താ പറയുക, ഇതിന് ശേഷം ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവിക്കും, ഗ്ലോബൽ വില്ലേജ് ആവും ലോകം, എല്ലാവരും സോഷ്യലി കോമ്പിറ്റൻ്റ് ആവും, എല്ലാവരും ഗ്ലോബലി കമ്മിറ്റഡ് ആവും, എല്ലാവരും ഭയങ്കരമായ ഇൻട്രാക്ഷൻ നടക്കും എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വ്യാപകമായ മാറ്റം സൊസൈറ്റിയിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ വരികയാണ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സൊസൈറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. ഇത് ഈ മാറ്റങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട, അത് അജണ്ടയാക്കി എടുക്കേണ്ടവർ ഇപ്പോഴും ഈ മാറ്റത്തെ പറ്റി അൺഅവെയറാണ്. അവരത് തീരെ റീഡ് ചെയ്യുന്നില്ല. എന്നോ സെറ്റ് ചെയ്ത് വെച്ച അജണ്ടകൾ അത് അതുപോലെ തന്നെ റൺ ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റാൻ എന്തോ ഒരു മടിയുള്ളത് പോലെയാണ് നമുക്ക് പലപ്പോഴും ഈ ഓർഗനൈസേഷൻസ് അടക്കം പല വിഷയങ്ങളിലും കാണുന്നതാണ്. അപ്പോൾ അത് ഗൗരവമായിട്ട് നമ്മൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയും അവരെ എംപവർ എന്ന് പറയല്ലോ, എംപവറിങ്. പണ്ട് നമ്മൾ എംപവർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ സാമ്പത്തികമായി സുരക്ഷിതത്വത്തിൽ എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നടക്കേണ്ട ഒരു മീഡിയ എംപവർമെൻറ്റ്, മീഡിയ ലിറ്ററസി എന്നുള്ളത്, സോഷ്യൽ ചേഞ്ച്, ഇന്ന് സൊസൈറ്റി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റിയെ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോൾ എന്താണ് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ, സോഷ്യൽ മീഡിയയിൽ നല്ല ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ നല്ല സ്പിരിച്വൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇല്ലാതെയാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ സെർച്ചിങ് മാത്രമല്ല,
അതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ലഹരി അല്ലെങ്കിൽ ട്രെൻഡ്, ഇൻസ്റ്റഗ്രാം റീൽസ്, ഇതിലൂടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇതിലൂടെ വലിയ മാറ്റം ഉണ്ടായി. നമ്മുടെ പുതിയ തലമുറ അവരുടെ ഹാപ്പിനെസ് സീക്ക് ചെയ്യാൻ, അവർക്ക് സന്തോഷം കിട്ടാൻ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സാണ്, അല്ലെങ്കിൽ സ്ക്രീനാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അവർ വീടകത്തിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരോട്, ഉമ്മയോട്, ഉപ്പയോട്, സമൂഹത്തോട്, നാട്ടിലേക്ക് ഇറങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാനൊരു എഴുത്തുകാരൻ്റെ അനുഭവം വായിച്ചപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് സർവ്വ മനുഷ്യരെയും കാണും. എന്നിട്ട് അവരിൽ നിന്ന് അദ്ദേഹം കഥയുണ്ടാക്കും. ഇന്ന് അദ്ദേഹം കഥ എഴുതും, അതെല്ലാവരും വായിക്കും. ഭയങ്കര രസമായിരുന്നു അത്. ഇന്ന് പലപ്പോഴും ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മോർണിംഗ് ഹാപ്പിനെസ്, രാവിലെ ഒരു സന്തോഷം വേണം, ഒരു മോട്ടിവേഷൻ വേണം. അപ്പോൾ ഇവർ ഇത്തരം ഗാഡ്ഗറ്റ്സിലേക്ക് ചെല്ലുന്നു, നേരെ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ പ്രദർശിപ്പിക്കുന്ന സന്തോഷമാണെങ്കിലോ അത് യഥാർത്ഥ സന്തോഷമല്ല, ഇറ്റ്സ് നോട്ട് റിയാലിറ്റി, അതൊരു റീലാണ്. അത് ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ലോ എഫേർട്ട് എൻ്റർടൈൻമെൻറ്റുകളിൽ പെട്ടതാണ്. അതെ, അത് നമ്മൾ പ്രത്യേക എഫേർട്ടുകൾ നടത്തുന്നില്ല. ഈവൻ തോട്ട് സൈഡിൽ പോലും, വായനയായിരുന്ന സമയത്ത് പോലും ഹൈ എഫേർട്ടാണ്. നമ്മൾ ചിന്തിക്കണം, സങ്കല്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല, സങ്കല്പവും ചിന്തയൊക്കെ വളരെ കുറവാണ്. തീരെല്ല എന്നല്ല, അതിൻ്റെ അങ്ങനെയുള്ള ഏരിയാസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ നമ്മളിങ്ങനെ നോർമലി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ എഫേർട്ട് എൻ്റർടൈൻമെൻറ്റിൽ ഇരിക്കുകയാണ്. 1.5 മിനിറ്റ്, 1 മിനിറ്റ്, 2 മിനിറ്റ് ഒക്കെ റീലുകൾ ഇങ്ങനെ കാണുകയാണ്. അടുത്തത് വീണ്ടും 2 മിനിറ്റ് കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു. അത് 2കൾ 10 ആകുമ്പോൾ 20 മാറുന്നു. അത് വീണ്ടും 10 ആകുമ്പോൾ മണിക്കൂറുകൾ അപ്പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അത് അവിടെ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ റോട്ട് എന്ന് പറയും. നമ്മൾ ഭയങ്കര ഡ്രൈ ആയി പോകുന്ന, നമുക്കൊരു മോട്ടിവേഷനും ഇല്ലാത്ത, ഒന്നും ചെയ്യാൻ തോന്നാത്ത, നമുക്ക് അറ്റൻഷൻ സ്പാന് കുറഞ്ഞ, അധിക സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ബൈ പ്രോഡക്റ്റ് ആക്ച്വലി നമ്മളൊരു ഹാപ്പിനെസ് സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഹാപ്പിനെസ്. ഒരു ഹാപ്പിനെസ് പറഞ്ഞാൽ എന്താണ്? പ്ലഷറും ഹാപ്പിനെസ്സും രണ്ടാണ്. പ്ലഷർ ഒരു നമുക്ക് ഒരു ആന്തരികമായ ഒരു സുഖമാണ്. ഹാപ്പിനെസ് പറഞ്ഞാൽ കുറച്ചൊരു സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്ന, ഒരു ഓവർവെൽമിങ് ഉണ്ടാകുന്ന ഒരു മനോഹരമായ അനുഭവമാണ്. അതൊരു പക്ഷേ ഇങ്ങനെ പ്ലഷർ പോലെ, ഇപ്പൊ പ്ലഷർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ സുഖത്തെ പറ്റി പറയാം. കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കോമൺ ആൻസർ. അതെ, അത് കഴിഞ്ഞാല് ഭക്ഷണം കഴിഞ്ഞു, പിന്നെ നമുക്ക് അതിന്റെ ആ സുഖമല്ല. നേരെ മറിച്ച് ഒരാൾക്ക് ഒരു ഹാപ്പിനെസ് എന്ന സമയത്ത് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായി, ഒരു കുട്ടി ജനിച്ചു, അതൊരു ഹാപ്പിനെസ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിനൊരു ഭയങ്കര ചിലപ്പോൾ ആ സമയത്ത് അയാൾ പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. പക്ഷെ അയാൾക്ക് മറികടക്കുന്ന അതൊരു ഭയങ്കര അനുഭവമാണ്. അപ്പോൾ ഈ ഒരു അനുഭവമാണ് നമ്മൾ ശരിക്കും നമുക്ക് ആഗ്രഹമുള്ള അതാണ്. എന്ത് എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകുമ്പോഴും ഒരു സമാധാനമായ പീസ്ഫുൾ ആയ അന്തരീക്ഷം നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിലൂടെ നമ്മൾ ഓരോ സ്പെസിഫിക് എൻ്റർടൈൻമെൻറ്റിലൂടെ നേടുന്ന വെച്ചാൽ ഇതാണ് പ്ലഷറാണ്. ഈ പ്ലഷർ ഇങ്ങനെ കൂടി അതും ലോ എഫേർട്ട് എൻ്റർടൈൻമെൻറ്റുകളിലൂടെ നമ്മൾ പ്ലഷർ വാങ്ങുന്നതെങ്കിൽ അത് നമ്മളെ ബ്രെയിനിനെ അങ്ങോട്ട് എന്താണോ ഹാപ്പിനെസ്സിന് നമുക്ക് കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റ്. ഒരു സമാധാനമില്ലാത്ത, ഒരു സുഖമില്ലാത്ത, ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ചാടി ഇറങ്ങും, എല്ലാവരോടും നമ്മൾ ചിരിച്ച് ആക്റ്റീവായി സംസാരിക്കും. ഇത് ആക്റ്റീവ്നെസ് ഇല്ലാത്ത, മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു മരവിച്ച അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ മാറുക. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്താണെന്നറിയോ? ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്തൊരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, ഒരു കുട്ടിയോട് ചോദിച്ചത്ര എന്താണ് നിൻ്റെ ഹോബി എന്നുള്ളത്. അപ്പോൾ എന്താണ് എൻ്റെ ഹോബി എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചോദിക്കുന്ന ആൾ ആലോചിച്ചു ആദ്യം അദ്ദേഹത്തിൻ്റെ ഹോബി എന്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ്. പാരൻസിൻ്റെ കൂടെ നടക്കുക. കുറേ മുമ്പാണത് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ടോക്ക് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തുള്ള ഒരു 70-കളിലെ 80-കളിലെ ഏറ്റവും നല്ല ഹോബിയാണത്. അപ്പോൾ അവർക്ക് ഒരു വലിയ സ്ഥലമുണ്ട്, ആ സ്ഥലത്തിലൂടെ അവരിങ്ങനെ നടന്നു പോകും. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു എന്താണ് ഹോബി. അപ്പോൾ ആ കുട്ടിയുടെ ഹോബി റീൽസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി പറഞ്ഞത് ഒരു 300ഓളം റീൽസ് ഒരു ദിവസം കാണും എന്നുള്ളതാണ്. 300 റീൽസ്. നമ്മൾ വിചാരിക്കും അത് അങ്ങനെ ഇപ്പോൾ ഒരു 1000-1 ഉണ്ടാവും. അങ്ങനെയല്ല, ഇതൊരു കോമൺ സംഭവമാണ്. ഇപ്പോൾ 300 അല്ലെങ്കിൽ വേണ്ട, ഒരു 100 റീൽ കാണുന്ന ഒരു കുട്ടിക്ക് ഒരു ദിവസം അതിൽ നിന്ന് എന്ത് കിട്ടുന്നു? എന്നോട് ട്രിവാൻഡ്രത്തുള്ള ടീച്ചർ പറഞ്ഞത്,
ഇന്നത്തെ ഈ പുതിയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഓവർലോഡഡ് വിത്ത് ഇൻഫർമേഷൻസ് ആണ്. ധാരാളം ഇൻഫർമേഷൻസ് അവർക്ക് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല വിഷയങ്ങളിൽ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അവർക്ക് നീഡ് ഏതാണ്, അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് ഏതാണ്, അത് പിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അറിവ് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ പെറുക്കെടുക്കുക എന്ന് പറയുന്ന അതേ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഔദുബിക്കുമിൻ ഇൽമില്ല യൻഫ, എനിക്ക് ഉപകാരപ്പെടാത്ത എനിക്ക് ആവശ്യമില്ലാത്ത അറിവിൽ നിന്ന് പഠിച്ചോണ്ട് ഞാൻ ശരണം തേടുന്നതാണ്. എനിക്ക് ഭയങ്കര എത്ര പ്രൊഫൗണ്ടാണ് ഈ ഒരു സംഭവം എന്ന് അറിയുന്നത്. ഇന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ലേണിംഗ്, നിങ്ങളുടെ റിലിജ്യൻ, ഇതിന് ഉപകാരമില്ലാത്ത പലതിലേക്കും നിങ്ങളുടെ സമയം കളയാൻ പാടില്ല. ഒന്ന്, ഇത്തരത്തിലൊരു ആവശ്യമില്ലാത്ത കുറേ ഇൻഫർമേഷനുകൾ വരുന്നു. രണ്ട്, ഇൻഫർമേഷൻ പോലും ഇല്ലാത്ത കുറേ കണ്ടന്റുകൾ. ഇപ്പോൾ സാറ്റിസ്ഫൈങ് റീഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേ ഇപ്പോൾ എന്തോ വെറുതെ ഒരു സാധനം ഇരുന്ന് ഇങ്ങനെ മുറിക്കുക, വെറുതെ കുറേ സാധനങ്ങൾ ഇന്നിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ സ്പഞ്ച് സാധനത്തിൽ ഇങ്ങനെ അമർത്തുക, അതേപോലെ ഒരു വെയിറ്റ് ഇങ്ങനെ വെക്കുന്ന ഒരു മെഷീൻ, അത് വെച്ചിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പൊട്ടിക്കുക. കേട്ടാലൊരു ക്യൂരിയസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ അവർക്ക് ഒട്ടും ക്യൂരിയസ് അല്ല. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അതേപോലെ വലിയൊരു മറ്റേ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു എന്ത് സാധനം താഴത്തേക്ക് ഇടുക, പിന്നെ തണ്ണിമത്തൻ്റെ 4 പേർ റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതിങ്ങനെ പൊട്ടുന്നവരെങ്ങനെ റബ്ബർ ബാൻഡ് ഇടുക, അവസാനം അത് പൊട്ടും. എല്ലാവർക്കും അറിയാം അവസാനം പൊട്ടും. ഇതിങ്ങനെ ഞെക്കിയാൽ ഇങ്ങനെ അമരും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, അത് ഈവൻ ഇൻഫർമേഷൻ പോലും, ഇവിടെ നേരത്തെ പറഞ്ഞ ഉപകാരമില്ലാത്താണെങ്കിൽ പോലും എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട്, അവിടെ ഇൻഫർമേഷൻ പോലും ഇല്ല. അങ്ങനത്തെ കുറേ രീതികൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ്റെ കുറേ രീതികൾ. മറ്റൊന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയോ അജണ്ടകൾ. അത് ഇൻഫർമേഷനും പേഴ്സ്പെക്റ്റീവ് രണ്ടാണ്. അതെ, മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്നു. നമ്മൾ അവരുടെ നമ്മുടെ റൂമിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ ഗാഡ്ഗറ്റിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കുന്നു. ജയിൽഡ്, ഡിജിറ്റലി ജയിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ അറിയുന്ന ഇൻഫർമേഷനുകൾ ആരുടെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ അറിയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് ഇൻഫർമേഷനുകൾ മറ്റു പല താല്പര്യക്കാരുടെയും പേഴ്സ്പെക്റ്റീവിൽ അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യുന്ന ഇൻഫർമേഷനുകളാണ്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ ഗായത്രി ചക്രവർത്തി സ്പിവാക് എന്ന് പറയുന്ന ഗായത്രി സ്പിവാക്, അവർ വലിയ ഒരു തിയറിസ്റ്റാണ്, വലിയ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരുപാട് രചനകൾ എഴുതിയിട്ടുള്ള ആളാണ്. അവർ പറയുന്നുണ്ട്, നോളജ് ഇസ് നോട്ട് ഇന്നസെൻറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പ്രൊഡ്യൂസർ. ഭയങ്കര, അതായത് നമ്മൾക്ക് കിട്ടുന്ന എല്ലാ അറിവും അത്ര ഇന്നസെൻ്റ് അല്ല, നിഷ്കളങ്കമല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് പ്രൊഡ്യൂസർ. അത് ഉണ്ടാക്കിയ ആളുടെ ഇൻറ്റൻഷൻ എന്താണോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മക്കൾ ആലോചിക്കണം. ഞാനൊരു റീൽ കാണുന്നു, ഞാനൊരു പോസ്റ്റ് വായിക്കുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആളുടെ ഇൻറ്റൻഷൻ എന്താണ്, നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണോ. ഇപ്പോൾ ലിബറലിസം കടന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ഏരിയ അവിടെയാണ്. അവർ പറയണം ഹാപ്പിനെസ്. എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊരു നഗരത്തിലൂടെ നടന്നു പോകണം, ഡ്രൈവ് ചെയ്ത് പോകണം, നമ്മൾ ഹാപ്പിനെസ് എന്നൊരു ബോർഡ് കാണുമ്പോൾ ഞാനായാലും സമതായാലും യെസ്, ഹാപ്പിനെസ് അതിലേക്ക് നോക്കിപ്പോവും. കാരണം അവിടെ സന്തോഷം എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ അടുത്ത് മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്, എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സുഹൃത്ത് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ജർമ്മനിയിലാണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സ്വിറ്റ്സർലാൻഡ് കാണാൻ ആഗ്രഹമുണ്ട്, അവിടുത്തെ മലനിരകളും അവിടുത്തെ താഴ്വാരങ്ങളൊക്കെ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, യെസ്, യു ആർ മോസ്റ്റ് വെൽക്കം. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ, നമുക്കവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, ലോകത്തെ ഏറ്റവും കോസ്റ്റ്ലി ആയ സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. ഏറ്റവും കോസ്റ്റ്ലിയാണ് അവിടെ. മാത്രമല്ല, ഞാൻ അവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ്, എല്ലാവരും പറയുന്ന സംഭവമാണല്ലോ, ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം സ്വിസ്, ഡെൻമാർക്കൊക്കെയാണ്. അപ്പോൾ ഈ സ്വിസ് ഹെൽത്ത് ഒബ്സർവേറ്ററിയുടെ ഒരു ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ ഷൂളർ എന്നാണ്. ഡാനിയൽ ഷൂളർ പറയുന്നത് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷമുള്ള ഒരു രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഞാൻ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഞാൻ വിചാരിച്ചു, ശരി, ഈ ഡെൻമാർക്കും അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡും ഒക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകൾ. എത്ര ഫേക്ക് ആണെന്നറിയോ. ഹാപ്പിനെസ് ഇൻഡെക്സ് ശരിക്കും നമ്മളതിൻ്റെ ക്രൈറ്റീരിയ വായിച്ചൊക്കെ അതിൻ്റെ പ്രശ്നം മനസ്സിലാവും. ഹാപ്പിനെസ് ഇൻഡെക്സ് പറഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ, ഭൗതികമായ സൗകര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് അവൈലബിൾ ആണോ, പോപ്പുലേഷൻ്റെ എത്ര പെർസെൻറ്റേജിന് അവൈലബിൾ ആണ്, അത്രയും അത് ഹാപ്പി കൺട്രി ആയിട്ട് എന്ത് ചെയ്യും, ഇൻഡെക്സ് വിലയിരുത്തും.
അതായത് എനിക്ക് ഭക്ഷണമുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് വസ്ത്രമുണ്ട്, എനിക്ക് എൻ്റെ പാരൻസ് അലൈവാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ അലൈവാണ്, എൻ്റെ സറൗണ്ടിങ് ഓക്കെയാണ്, സെറ്റാണ്. എന്നെ ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു 95% അബോവ് പോപ്പുലേഷൻ രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തിന് അത് ഏറ്റവും നല്ലൊരു ഇത് മാത്രമല്ല, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ജനറലി ഇതാണ്, ഭൗതികമായ സാഹചര്യങ്ങളിൽ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട് ടോപ്പായിട്ട് കണക്കാക്കുന്നുള്ളതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് ഡിഫറെൻറ്റ്. അതായത് ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ടല്ലോ, സ്റ്റീവ് ജോബ്സ് സമയത്ത് ഞാൻ സമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ട് 10 ദിവസമായിട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കാണാൻ പറ്റും. സ്റ്റീവ് ജോബ്സ് ആരാണ്? വേൾഡ് അത്രയും പ്രധാനപ്പെട്ട ടെക് കമ്പനി റൺ ചെയ്യുന്ന, അത്രയും ഫേമസ് ആണ്, ക്യാഷ് ഉണ്ട്, അസറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, അംഗീകരിക്കപ്പെടുന്ന ആളാണ്. മൂപ്പർക്ക് 10 ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. റിയാസ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സ്റ്റീവ് ജോബ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓർമ്മയിലൊന്നൊരു കൗതുകം എന്താണെന്നറിയോ, സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് 100 ചെയേഴ്സ് എന്നാണ്. അപ്പോൾ ആ ആർട്ടിക്കിൾ എന്താ പറയുന്നത് വെച്ചാൽ, സ്റ്റീവ് ജോബ്സിൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അത്രേ. അപ്പോൾ ആ ഐഡിയ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെയറിന് ചിലപ്പോൾ അത്ര ഹവേഴ്സ് ഓഫ് സിറ്റിംഗ് നമുക്ക് കിട്ടിക്കൊള്ളണം, കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു ചെയർ വാങ്ങി, എന്നിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം അടുത്ത ചെയറിലേക്ക് പോയി. അങ്ങനെ 100 ചെയറുകൾ ഉപയോഗിച്ചൊരു വലിയ പ്രതിഭയായിരുന്നു സ്റ്റീവ് ജോബ്സ്. അപ്പോൾ എനിക്ക് തോന്നിയത് സ്റ്റീവ് ജോബ്സിൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ന്യൂ ഇന്നോവേഷൻ എന്നുള്ളൊരു സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡിഫറെൻ്റ് ആണെന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അതേപോലെ ഇത് അനുഭവിക്കുന്ന രീതിയും വ്യത്യാസമാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് സ്ട്രെസ്ഡ് ആയിരുന്ന് ശേഷം ഒരു സാധനം അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ചില ആൾക്കാർക്ക് ഫുൾ ടൈം ഒരു സ്ട്രെസ്സും ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. അത് ഓരോരുത്തരെയും സംബന്ധിച്ച് മാറുന്നതാണ്. കാശ് അതിനൊരു എലമെന്റേ അല്ല, സ്റ്റാറ്റസ് അതൊരു എലമെന്റേ അല്ല. ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങുന്നതാണ് ഹാപ്പിനെസ് എങ്കിൽ സ്റ്റീവ് ജോബ്സിന് ഹാപ്പിനെസ് ഇല്ല. നേരെ മറിച്ച് നമുക്ക് സ്റ്റീവ് ജോബ്സിന് എത്ര ഹാപ്പിനെസ് ഉണ്ട്. നേരെ മറിച്ച് ഒരുപാട് വർഷത്തിന് ശേഷം ഒരു സക്സസ് ഉണ്ടാക്കി ആ സക്സസ് വേൾഡ് മൊത്തം അക്സെപ്റ്റ് ചെയ്യുന്നത് കാണുന്നതാണ് ഹാപ്പിനെസ് എങ്കിൽ സ്റ്റീവ് ജോബ്സിന് ഹാപ്പിനെസ് ഉണ്ട്, നമുക്ക് ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ അത് നമ്മളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വീകരിക്കുന്ന ഒരു ഹാപ്പിനെസ് എന്താണോ അതുപോലെ നീ സ്വീകരിക്കണമെന്ന വാശി പിടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ള. ഈ ഇന്നത്തെ ന്യൂജൻ ഉണ്ടല്ലോ, ഇന്നത്തെ ന്യൂജൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവരൊരു തീരുമാനത്തിലെത്തുന്നു, അവർ വിചാരിക്കുകയാണ് ഇങ്ങനെ തീരുമാനത്തിലെത്തും. അപ്പോൾ തീരുമാനത്തിലെത്തി ആ തീരുമാനം അക്കംപ്ലിഷ് ചെയ്താൽ അവർ ഹാപ്പി ആവും. ആ ജേണി ഉണ്ടല്ലോ, ആ ഒരു ഡെസ്റ്റിനേഷൻ, ആ എയിമിലേക്ക് എത്തുന്ന ജേണിയിൽ ഇവർക്ക് എന്തെങ്കിലും നെഗറ്റീവായ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഭയങ്കര സെറ്റ് ബാക്കായി, അവർ ബാക്കോട്ട് പോയി ഫെയിലിയറായി, പിന്നെ അവർക്ക് ഡിപ്രഷനായി, പിന്നെ അവർ ഡിപ്രസ്ഡ് ആവുന്നു എന്ന് പറയുന്നു. ഇത് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ലൈഫ് ഈസ് ഓൾവേസ് ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ്. നമുക്ക് തോൽവിയും നമുക്ക് പരാജയങ്ങളും ജയമൊക്കെ ഉണ്ടാവും. ഇതാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴും കോമ്പീറ്റൻ്റ് ആവുക, നമ്മളെപ്പോഴും ഒരു ലേണർ ആവുക, നമ്മളെപ്പോഴും ഫെയിലിയേഴ്സിനെ നേരിടുക, ആ ഫെയിലിയേഴ്സിനെ നമ്മൾ മറികടക്കുക, അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇപ്പോൾ ഇന്നത്തെ ന്യൂജൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എവ്രി സെറ്റ് ബാക്ക് ഈസ് എ സെറ്റപ്പ് ടു കം ബാക്ക് എന്നാണ് പറയാം. ഓരോ തോൽവിയും നിങ്ങളെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ ഫെയിലിയർ പോയിന്റ് എന്നുള്ളത്, അത് ഇന്നത്തെ പോയിന്റ് ഫെയിലിയർ പോയിന്റ് അല്ല. ഇന്നത്തെ പോയിന്റ് ഒരു ഡിപ്രസിങ് പോയിന്റാണ്. ഇന്നത്തെ ഫെയിലിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഡിപ്രസിങ് ആയിട്ടുള്ള, നിങ്ങളെ തളർത്തുകയാണെന്നാണ് പൊതുവേ അത് മീഡിയ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ അവർ ഡിപ്രസ്ഡ് ആയാൽ മാത്രമാണ് അവർ കുറേ സമയം റീൽസ് കാണുള്ളൂ, അവർ കുറേ സമയം ഹാപ്പിനെസ് എന്താണെന്ന് സെർച്ച് ചെയ്യുള്ളൂ. അവർ പതുക്കെ മാർക്കറ്റ്, യെസ്, ഹൈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ് അവിടെ. ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഈ മീഡിയകൾ ഹാപ്പിനെസ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ എന്താ പറയുക, സെൽഫ് ഫ്രീഡം അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു വ്യാജമായൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു മായാ ലോകത്തേക്ക് എന്ത് ചെയ്യാണ്, ഈ പുതിയ ന്യൂജൻ മാർക്കറ്റിനെ അവർ കൊണ്ടുവരികയാണ്. ഇതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഈ സോഷ്യൽ ചേഞ്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇത് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതൊരു വലിയൊരു പരാജയമായിട്ട് ശരിക്കും നമ്മൾ സ്വയം സ്വീകരിക്കേണ്ടതോ, അല്ലെങ്കിൽ ഇനി വരാൻ പരാജയമായി എന്തോ സ്വീകരിക്കുന്നതിനപ്പുറം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള റെഫറൻസ് പോയിന്റ് ആയിട്ട് അതിനെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ചേഞ്ചുകളൊക്കെ പ്ലഷറിൻ്റെ വിഷയത്തിലാണെങ്കിലും ഹാപ്പിനെസ്സിൻ്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ മൂഡ് സെറ്റ് ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ലെസൺസ് കിട്ടുന്ന വിഷയത്തിലാണെങ്കിലും ഹാബിറ്റുകൾ ഫോം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ ഇത് സോഷ്യൽ മീഡിയ അത് വലിയ ഡെപ്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ ഒരു ആൽഫ ജനറേഷൻ ഉണ്ട്, 10 ജനിച്ചോ, അല്ലെങ്കിൽ 2007 ജൻസിൻ്റെ ഒരു ലോസ്റ്റ്
അവരാണ് ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അവരിലാണ്. യെസ് ഓഫ് കോഴ്സ്. ഇവരുണ്ടായൊരു ഞാൻ ഒബ്സർവ് ചെയ്തൊരു ഒരു വലിയൊരു പ്രശ്നമാണ് ഇൻഫ്ലുവൻസ് വെച്ചാൽ ഇവർ കാണുന്ന റീലുകളിൽ ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട്, ഗെയിം സ്ട്രീമേഴ്സ്. ഈ ഗെയിം സ്ട്രീമേഴ്സ് ചില സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഗെയിം സ്ട്രീമേഴ്സ് ഒക്കെ ഉണ്ട്, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള. ഇവരുടെ റീലുകൾ ഇവർ സ്ഥിരം കാണുന്നു. അങ്ങനെ സെലിബ്രിറ്റികളായ സിനിമകളിൽ എത്തിയ ആളുകൾ വരണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ റീലുകൾ സ്ഥിരം കാണുന്നു. അതേപോലെ സ്ട്രീമുകൾ, മണിക്കൂറുകൾ സ്ട്രീമുകൾ കാണുന്നു. ഈവൻ പാരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ സ്ട്രീമേഴ്സിന് ആ ലൈവിൽ മറ്റേ സൂപ്പർ ചാറ്റ് ചെയ്ത് ക്യാഷ് കൊടുക്കുന്ന കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ള റിയാജ് മനസ്സിലാക്കണം. ഈ സ്ട്രീമേഴ്സിൻ്റെ ലൈവിൽ വരുന്ന ആയിരങ്ങളിൽ ഭൂരിഭാഗം കുട്ടികളാണ്. നമുക്ക് ഇവിടെ മനസ്സിലാച്ചാൽ നമുക്കൊക്കെ റീൽസ് സജസ്റ്റ് ചെയ്യും, റീൽസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സ്കൂൾ ചെയ്യുന്ന സമയത്ത് റീലുകൾ സജസ്റ്റ് ചെയ്യും. റീലുകൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രീമേഴ്സിനെ കാണാനും ഇവർ കമന്റ് ഇട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ചെറിയ കുട്ടികളാണ്. ഇവരെ കാണുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ. നമ്മൾ ചോദിക്കും ഇത് ആരാന്നൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെ ഞാൻ നോക്കാറാണ് ഇത് ആരാണ്, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സ്ട്രീമറാണ്. അപ്പോൾ ഈ സ്ട്രീമേഴ്സിന് ഫാൻ മൊമെൻ്റ് ഒക്കെ വലിയ സെലിബ്രിറ്റികളുടെ നടന്മാരോടൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന പോലെ ഫാൻ മൊമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ചില ലൈവ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇവരെ കാണുമ്പോൾ അല്ലെങ്കിൽ കമന്റുകളിൽ റിയാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര കരിസ്മ തോന്നുന്നു, ഡിജിറ്റൽ കരിസ്മ. ഇതില് ഒന്ന് റോൾ മോഡലായിട്ട് ഈ ആളുകൾ വരുന്നുള്ളത്, രണ്ടെന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് ഇവരെടുക്കുന്ന ചില ശീലങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ട് സെർച്ച് ചെയ്ത ശേഷം കുറച്ചധികം സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവർ യൂസ് ചെയ്യുന്ന വേർഡുകളിൽ ഒരുപാട് ഡബിൾ മീനിങ്ങൾ വരും. ചെറിയ കുട്ടികൾ 14, 13, 15 വയസ്സുള്ള കുട്ടികൾ കാണുന്ന സ്ട്രീമേഴ്സാണ്. ഇവർക്ക് ഒരുപാട് റീലുകൾ കാണും, ഇവരുടെ മണിക്കൂറുകൾ ലൈവുകൾ കാണും. ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡബിൾ മീനിങ് കമന്റുകൾ, തെറി എന്ന് പറഞ്ഞാല് ബീപ് സൗണ്ട് ഇട്ട് മാത്രം വേറൊരു ചാനലിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ തെറികൾ. പിന്നെ ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് എന്താ പറയുക ആറ്റിറ്റ്യൂഡുകൾ. ഇങ്ങനെ ചെയ്താൽ ഉഷാർ മീൻസ് ചിലപ്പോൾ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാം, സ്ത്രീകളോട് മോശമായിട്ട് കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റീലൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനെന്തോ ഭയങ്കര ഒരു ടോപ്പ് പാട്രിയാർക്കി എന്ന് പറയില്ലേ, ഇപ്പൊ കാണുന്ന ഒരു ഫെമിനിസത്തിന്റെ ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ എക്സ്ട്രീം അവസ്ഥ. യെസ്, ഇതിപ്പോ ഫെമിനിസം ഒരു എക്സ്ട്രീം ലെവലിൽ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നം എന്താണോ അതേപോലെ ഇപ്പൊ മെനിനിസം അല്ലെങ്കിൽ മെനോസ്ഫിയർ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ഭയങ്കര സ്ത്രീ വിരുദ്ധരായിട്ട് പുരുഷന്മാരെ മാറ്റുന്ന, എങ്ങനെയാണോ സ്ത്രീകളെ ഫെമിനിസം പുരുഷവിരുദ്ധപരമായിട്ടാക്കുന്നത് അതേപോലെ തന്നെ പുരുഷന്മാരെ. അപ്പൊ അങ്ങനെ ആ എക്സ്ട്രീമിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകളോട് വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ തെറി, ഡ്രഗ് യൂസ് ചെയ്യുന്നതിനെപ്പോൾ നോർമലൈസ് ചെയ്യുന്ന സംസാരങ്ങൾ. അല്ല, ഇമ്മൊറാലിറ്റി മുഴുവൻ ഇവർ നോർമലൈസ് ചെയ്യാണ് ചെയ്യുക. എല്ലാ ഇമ്മൊറാലിറ്റിയും അവരെ വളരെയധികം എന്താ പറയുക അതിലേക്ക് എത്തിക്കും. അത് നമ്മൾ കാന്തം പറയില്ലേ, മാഗ്നറ്റ്, ഈ കാന്തത്തെക്കാൾ ഇന്ന് ഈ ഒരു സ്ക്രീനിന് പവർ ഉണ്ട്. അതാരും മനസ്സിലാക്കിയില്ലേ. സ്ക്രീൻ പവർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ പോലും അത് തുളച്ച് കയറിയിട്ട് നമ്മളെ ഞരമ്പുകളെ ആ സ്ക്രീനിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ക്രീനിലൂടെ ഒഴുകുന്ന സംഗതികളാണ് പിന്നെ ഈ ബുദ്ധിയിൽ കിടന്നിട്ട് നമ്മൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുമല്ലോ, അവൻ്റെ ജീവിത വിഭവങ്ങളോടുള്ള താല്പര്യം, വളർച്ച, വിക്കോഗ്നിഷൻ, അതൊക്കെ അതിലേക്ക് പോവാണ്. അതോടുകൂടി ദേ ആർ അഡിക്റ്റഡ് ടു ദാറ്റ്. ഈ അഡിക്ഷൻ, ഇതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവരെല്ലാം പിന്നെ ലേൺ ചെയ്യുന്ന അവിടെ നിന്നാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ അച്ചീവ്മെന്റ് ലേൺ ചെയ്യുന്ന അവിടെ നിന്നാണ്. അച്ചീവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദം. അത് ഇപ്പോൾ ഉമ്മയോ ഉപ്പയോ സ്കൂള് ടീച്ചേഴ്സോ മുതിർന്നവരോ, ഞാൻ പറയണത് ഇവർ പറയുന്നത് മുഴുവൻ ശരി, സോഷ്യൽ മീഡിയയിൽ ഒരാൾ കാണുന്നെങ്കിൽ അത് മുഴുവൻ തെറ്റ്, അങ്ങനൊരു ബൈനറി അല്ല. ഇതിലും ശരി ഉണ്ടാവും, ഇതിലും ശരി ഉണ്ടാവും, ഇതിലും തെറ്റുണ്ടാവും, ഇതിലും തെറ്റുണ്ടാവും, ഒക്കെ അങ്ങനെ സംഭവിക്കും. ശരി തെറ്റുകൾ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് മാത്രം വരുന്ന എന്തോ ഒരു സ്പെസിഫിക് സാധനമല്ല. പക്ഷെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇതിന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു വെള്ള ചുമരിലേക്ക് ചൂണ്ടി ഒരു 100 പേർ മഞ്ഞ ചുമരാണെന്ന് പറയുന്ന ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അയാൾ സംശയമായിരിക്കും, അയാൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അയാളത് കാണുന്നത് വെള്ളയായിട്ടാണെങ്കിൽ പോലും ഇതെന്തെല്ലാവരും മഞ്ഞ പറയുന്നത്, എന്തോ ഉണ്ടല്ലോ, ഒന്നുകിൽ എൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവിടെ എന്തോ സംതിങ് ഉണ്ട്. അതെന്താ അത് ഏക്കാലത്തും അങ്ങനെയാണ്. നമുക്കൊരു സിസ്റ്റത്തെ കറപ്റ്റഡ് ആക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡയറക്റ്റ് അറ്റാക്കിംഗ് അല്ല, ഫസ്റ്റ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഈ കൺഫ്യൂഷൻ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉണ്ടാകുന്നുണ്ടാണ്. അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സ്ട്രീമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്ട്രീമേഴ്സിൽ ഇപ്പോൾ ഒരു പെർസ്പെക്റ്റീവ് ഒരു അച്ചീവ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിലൊക്കെ. നേരത്തെ പറഞ്ഞ ബിഹേവിയറും കൾച്ചറും ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവർ കാണാണ് അവർ വലിയ കാറുകൾ എടുക്കുന്നു, വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കുന്നു, വലിയ ഏൺ ചെയ്യുന്നു. സോ അപ്പം എനിക്കും അങ്ങനെ പോരെ. അപ്പോൾ ഈ സംസാരം എങ്ങനെയാണെങ്കിലും ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെങ്കിലും എന്താ പ്രശ്നം? അപ്പം അച്ചീവ്മെന്റ് അവിടെ നിന്ന് ലേൺ ചെയ്യാണ്, പോയിന്റ് ഓഫ് വ്യൂ അവിടെ നിന്ന് ലേൺ ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവ് അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്.
ഈ പാരന്റിന് ഒരു അവയർനെസ്സും ഇല്ലാത്ത ഏതോ ഒരു വേൾഡിൽ നിന്നാണ് കുട്ടി നീങ്ങുന്നത്. ഈ പെർസ്പെക്റ്റീവും അവന്റെ ലേണിംഗ്, അവന്റെ എൻകൾച്ചറൈസേഷൻ എന്ന് പറയും നമ്മള്. അവന്റെ കൾച്ചർ രൂപപ്പെടുന്നത് ഇത്തരം ഇടങ്ങളിൽ നിന്നാണ്. അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്തേ പറ്റൂ. അത് എപ്പോഴും അവെയർ ആയിരിക്കുക എന്നുള്ളത്. സൊസൈറ്റി മാറുന്നുണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ക്വസ്റ്റ്യനിലല്ല നിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ ഇന്ന് പ്രസക്തമല്ല ശരിക്കും. സൊസൈറ്റി മാറുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓരോ സമയങ്ങളിൽ പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ ഐഡിയോളജികൾ, പുതിയ മാർക്കറ്റുകൾ. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂജനെ അട്രാക്റ്റ് ചെയ്യുന്ന ഹാപ്പിനെസ് മാർക്കറ്റാണ്. അതാണ് പുതിയ ഡിജിറ്റൽ ഏജിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പുതിയ പുതിയ മാർക്കറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഐഡിയോളജിക്കൽ മാർക്കറ്റ് ഉണ്ട് അല്ലേ. ഞാനിങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണിത്, ലോകം മുഴുവൻ ഒരു മാർക്കറ്റ് ആവുന്നു, ലോകം മുഴുവൻ ഒരു വില്ലേജ് ആവുന്നു. അതിപ്പോൾ ശരിക്ക് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. വി ആർ വിത്തിൻ ദാറ്റ് സർക്കിൾ. ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഇനി അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ തലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഈ ഹെഡ് എന്ന ഡൊമൈൻ്റെ അകത്ത് വരുന്ന പിക്ചേഴ്സ്, ആലോചനകൾ മുഴുവൻ ഇവരുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം വിജ്ഞാനങ്ങളും അത്തരം പ്രത്യയശാസ്ത്രങ്ങളും അത്തരം മാർക്കറ്റുകളൊക്കെ മറ്റുള്ളവരുണ്ടാക്കി നമ്മളെ അതിൻ്റെ ഉള്ളിൽ ഒരു ജയിലിൻ്റെ അകത്ത് നമ്മളെ പെടുത്തി എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ പെട്ട് ജീവിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പതുക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളെ മാത്രം സ്വീകരിച്ച് നമ്മൾ നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് മാറണം. ഉപകാരപ്പെടുന്ന അവസ്ഥയിൽ ഒന്നെന്താ വെച്ചാൽ ഇത് വലിയ ഉപകാരങ്ങളാണെന്നാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വന്ന സമയത്ത് ഉണ്ടാകുന്ന AI ചാറ്റ് ബോട്ടുകൾ, അതിൻ്റെയൊക്കെ ഉപകാരം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് മുന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം, ഒരുപക്ഷെ ഒരു 1800-കളിലൊന്നും ഒരാളുടെ ഫാന്റസിയിൽ പോലും വരാത്ത സാധനമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ഇന്റർനെറ്റ് ഒക്കെ പിന്നെയൊക്കെ ഇത് എന്ത് ചോദിച്ചാലും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ മനോഹരമായിട്ട് തരുന്ന, നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുന്ന, ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് സംവിധാനം എന്നൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ജനറേഷന് മാത്രം ലഭിച്ചൊരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. അപ്പോൾ അതിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, സ്കിൽസ് പഠിക്കാൻ പറ്റുന്ന, സ്കിൽസൊക്കെ അപ്സ്കില്ലിംഗ് ഒരുപാട് പറ്റുന്ന അവസ്ഥ, അത്രയും ഓപ്പർച്യൂണിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഡ്രോയിങ് പഠിക്കണോ, എഴുത്ത് പഠിക്കണോ, ഇതൊരു സ്കിൽ മാർക്കറ്റാണ് സത്യത്തിൽ. ഈ ന്യൂജൻ മനസ്സിലാക്കേണ്ടത് എന്താ, ഇതൊരു സ്കിൽ മാർക്കറ്റാണ്. ഏതൊരാൾക്കുള്ള ഒരു ഫാക്കൽറ്റി ഉണ്ടല്ലോ, ചിന്തിക്കാനും എഴുതാനും പറയാനും വായിക്കാനും അവതരിപ്പിക്കാനും പുതിയത് കൺസ്ട്രക്ട് ചെയ്യാനും ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ളൊരു വലിയ സാധ്യത ഉണ്ട് ഈ ബ്രെയിൻ്റെ അകത്ത്. അതിനുള്ള വലിയൊരു ഓപ്പൺ സ്പേസ് ഇവിടെ ഉണ്ട്. അതിലേക്കാണ് ഇവർ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എന്ത് വേണോ അതിനെല്ലാം ഉള്ള ഗൈഡൻസ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പോൾ ഈവൻ ഫിസിക്കലി നമുക്ക് ഗൈഡൻസ് തരേണ്ട ബോഡി ബിൽഡിങ് പോലും എങ്ങനെയാ ചെയ്യണമെന്ന് പറയാൻ സോഷ്യൽ മീഡിയ ഗൈഡുകളുണ്ട്. അതേപോലെ ഒരു ഫുട്ബോൾ കോച്ച് വേണമെങ്കിൽ പോലും ഒരു ഫുട്ബോളർ എങ്ങനെ വളരണം, സ്റ്റാർട്ടിങ് എന്ത് ചെയ്യണം, എങ്ങനെ ബോൾ ടച്ച് ചെയ്യണം, എങ്ങനെ കിക്ക് ചെയ്യണം, എങ്ങനെ ഡ്രിബിൾ ചെയ്യണം, ഓരോ സാധനങ്ങളും പഠിപ്പിക്കുന്ന, ഫ്രീ കിക്ക് എങ്ങനെ എടുക്കണം, ഏത് പൊസിഷൻ എടുക്കണം, ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന. ഇഫ് നിങ്ങൾ ഇൻട്രസ്റ്റ് അതിലാണെങ്കിൽ പോലും പുറത്ത് കോച്ചിനെ വെക്കണ്ടെന്ന കാര്യങ്ങളല്ല പറയുന്നത്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയും അതിനെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് സ്കോളർ ആവണമെങ്കിൽ ഏത് വിഷയത്തിലും ഡെപ്തിലുള്ള എന്താ പറയുക ലെക്ചേഴ്സും ആർട്ടിക്കിൾസും എല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് വലിയ ആർട്ടിക്കിളുകൾ ചെറുതാക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഒരു 1000 പേജുള്ള PDF നിന്ന് നിങ്ങൾക്ക് വേണ്ട എന്താ പറയുക ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിൽ ആൻസർ വേണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ പണ്ട് നോളജ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പണ്ട് ചെയ്തിരുന്ന നമ്മുടെ സമയം നമ്മൾ ഒരുപാട് അനാവശ്യമായി ചെയ്തിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ എഡിറ്റ് ചെയ്ത് അതെ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ അനാവശ്യമാണ്. നമ്മളൊക്കെ ആലോചിക്കും, നമ്മൾ അന്ന് ഒരു വേർഡ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ നടന്ന് ലൈബ്രറിയിൽ പോയി, ലൈബ്രറി അടച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. പക്ഷെ ഇന്ന് അതല്ല. ഇപ്പൊ ലൈബ്രറി എത്തിയാൽ തന്നെ ഡിക്ഷണറി എടുത്ത് നോക്കി ഇത് ഒറ്റ ക്ലിക്കിൽ ഉത്തരം കിട്ടണം. അതെ ഇത്
അതിന് എത്ര മീനിങ് ഉണ്ടോ അത്രയും മീനിങ് നമുക്ക് ലഭിക്കാണ്. വ്യാഖ്യാനങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് ഇപ്പോൾ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ വേണം. ഇപ്പോൾ പണ്ട് ഇപ്പോൾ എനിക്കൊരു വേർഡ് മീനിങ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വേർഡ് കേട്ടിട്ട് ഞാനത് എൻ്റെ നോട്ട് പാഡിൽ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഞാനിത് ഈ വേർഡിൻ്റെ മീനിങ് കിട്ടുന്നത് വരെ ഞാൻ നടക്കുകയാണ്, ലൈബ്രറിയിൽ പോവാണ്, ഇത് ഓപ്പൺ ചെയ്യാണ്, ആ വേർഡ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് സഡനായി കിട്ടുന്നു. ഈ സഡനായി നമ്മൾ കിട്ടുമ്പോൾ ആ സഡനായിട്ട് തന്നെ അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഇത് ന്യൂജൻ മനസ്സിലാക്കണം. ഈസി ഇൻഫർമേഷൻസ് എന്നുള്ളൊരു സാധനം പെട്ടെന്ന് കിട്ടിയൊന്ന് നമുക്ക് അത് എല്ലാം അങ്ങനെ. അതെ, ഇങ്ങനത്തെ നെഗറ്റീവ് സൈഡുകൾ ഇതിനുണ്ട്. അവർക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മെമ്മറിയിൽ അത് നിൽക്കും. ഇപ്പോൾ പല പാരൻസും പറയാറുണ്ട് നന്നായി പഠിക്കും, പക്ഷെ അവന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഏകാഗ്രമായി ഇരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ കോംപ്രിഹെൻഡ് ചെയ്യണം, അത് മെമ്മറൈസ് ചെയ്യണം, അത് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അത് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് അത് ഒരു കാര്യം വായിച്ചു, പെട്ടെന്ന് നമ്മൾ പറയുന്നത് ഈസി കോൺഫിഡൻസ്, പെട്ടെന്ന് കിട്ടി, ഓക്കെ എന്നൊരവസ്ഥ, അതും ന്യൂജൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അതായത് ഈ മീഡിയ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ തന്നെ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും, അത് നമ്മളെ ഏതെല്ലാം അർത്ഥത്തിൽ നമുക്കത് ഉപകാരപ്രദമാണ്, ഏതെല്ലാം അർത്ഥത്തിൽ നമുക്ക് വെല്ലുവിളിയാണ്, പോസിങ് ത്രെഡ്. നമുക്കെപ്പോഴും അത് മീഡിയ എന്തെല്ലാം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്, എൻ്റെ അപ്സ്കില്ലിങ്ങിൽ മീഡിയ എനിക്ക് തരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എൻ്റെ എന്താ പറയുക, അത് തരുന്നതോടൊപ്പം തന്നെ പണ്ട് പറയാറുണ്ടല്ലോ, അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്ത ഒരാൾ, അയാൾക്ക് വേറെ ഹോട്ടലുണ്ടെന്ന് പറയാറുണ്ട്. കാരണം ഈ ഹോട്ടൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ എല്ലാ വിഷയത്തിലും ഒരു ഹോസ്പിറ്റലും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹോട്ടലും ഉണ്ടാവും. ഇന്ന് സോഷ്യൽ മീഡിയ സിമ്പിൾ ഇത്രേ ഉള്ളൂ. സാമൂഹ്യ മാധ്യമവും ഇൻ്റർനെറ്റും സംവിധാനങ്ങളൊക്കെ നമുക്ക് വലിയ അപകടങ്ങളായിരിക്കെ തന്നെ മുൻപൊന്നും തുറക്കാത്ത ഒരുപാട് വലിയ വാതായനങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്ന വലിയ സാധ്യതകൾ കൂടിയാണ്, ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ആ സാധ്യതകൾ എടുത്ത് നെഗറ്റീവ്സിനെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്ന കുറച്ച് എഫേർട്ടാണ്. ആ എഫേർട്ട് നമ്മൾ എടുക്കണമല്ലോ. അതാണ് മുന്നേ ഒരു പുസ്തകം എഴുതാൻ ആള് എന്താ പറയുക, പുസ്തകത്തിലേക്കുള്ള അറിവ് ശേഖരിക്കാൻ ആള് 10 കൊല്ലമോ 20 കൊല്ലമോ നടന്നിരുന്നെങ്കിൽ നമുക്കിന്നതിന് 1.5 കൊല്ലം മതിയെങ്കിൽ ആ 1.5 കൊല്ലം നമ്മൾ ഇതിന്റെ പ്രിവിലേജ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എഫേർട്ടെങ്കിലും ഇടണല്ലോ. അപ്പൊ ആ കുറച്ച് എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. എഫേർട്ട്ലെസ്. ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്, അതായത് എഫേർട്ട്ലെസ് ലൈഫ്. എല്ലാം പെട്ടെന്ന് ഓൺട്രപ്രണർ ആർക്കും സ്റ്റാർട്ടപ്പ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം, ഒരു ഓൺട്രപ്രണർ ആവാം. ഒരാൾ പിറ്റേ ദിവസം അയാൾ മാനേജർ ആവുന്നു, അയാൾ CEO ആവുന്നു. തിങ്ക് ലൈക്ക് എ CEO എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നമ്മൾ തിങ്ക് ലൈക്ക് എ CEO എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുമ്പോഴാണ് ദിസ് മച്ച് നോളജ്, ദിസ് മച്ച് വിസ്ഡം ഒരാളുടെ തലയിൽ, അയാളുടെ ലൈഫിൽ ഉണ്ടെങ്കിലാണ് അയാൾക്ക് ഒരു CEO രൂപത്തിൽ. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ ബുധനാഴ്ച ഒരാൾ തീരുമാനിക്കുകയാണ് ഐ ആം എ CEO, വ്യാഴാഴ്ച അവൻ ഓൺട്രപ്രണർ ആയി, അല്ലെങ്കിൽ ടൈക്കൂണായി, അല്ലെങ്കിൽ ഒരു CEO ആയി, അവൻ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു, ഞാൻ പറയുന്നത് ഈ എഫേർട്ട്ലെസ് ലൈഫ് എന്നുള്ളതല്ല. ന്യൂജൻ മനസ്സിലാക്കണം, ലൈഫിൽ ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കണം, ഹാർഡ് വർക്ക് എടുക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലൈഫിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതാണ് റിയൽ ഹാപ്പിനെസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാത്തിലും എഫേർട്ട് നിർബന്ധമാണെന്നും, അല്ലെങ്കിൽ എഫേർട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പോലും, ഇതിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് പോലും നമുക്ക് കിട്ടുന്ന വലിയ പ്രിവിലേജുകളും ഉപകാരങ്ങൾക്കൊപ്പം ഈ ഒരു റിസ്ക് നെഗറ്റീവ് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി പോസിറ്റീവ്സിനെ മാത്രം നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള റിസ്ക് കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ കുറവാണ് റിസ്ക്. പക്ഷെ ആ റിസ്ക് നമ്മൾ എടുക്കാൻ കുറവാണ്, പക്ഷെ നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. 4 വർഷം എല്ലാവരും എൻ്റർടൈൻമെൻറ്റ്സിലേക്കും ഇനാക്റ്റീവ്സിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ പ്രഷർ നമ്മൾ രക്ഷപ്പെട്ട് ഈ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സമൂഹം മാറുന്നുണ്ടോ, ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടോ, ആരെങ്കിലും അജണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മൾ സ്ഥിരം നമ്മളൊരു മാർക്കറ്റിലെ കമ്മോഡിറ്റി ആയിട്ട് നമ്മളെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അത് ഫിലോസഫിക്കലി, ഐഡിയോളജിക്കലി, ഓക്കെ, പിന്നെ ഒരു മെറ്റീരിയൽ അപ്രോച്ച്, നമ്മൾ അതിനോട് ആ ഒരു 3-4 വീക്ഷണം നോക്കിയാൽ മതി. ഐഡിയോളജിയിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുടെ എന്തെങ്കിലും ഫിലോസഫിയിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ, അതല്ല നമ്മളൊരു മെറ്റീരിയൽ ഉപകരണമായിട്ട് അവരിന്നത് വാങ്ങുമെന്ന് പറയുമ്പോൾ ഇത് വാങ്ങുന്നു, അവരിന്നത് ഉപയോഗിക്കുന്നപ്പോൾ ഇത് ഉപയോഗിക്കുന്നു, ഇത് ഉപേക്ഷിക്കാൻ സമയമായി. ഈ ഫോൺ കഴിഞ്ഞു, നമ്മൾ 6 മാസം മുന്നേ വാങ്ങിയ ഫോൺ അത് കഴിഞ്ഞു, അത് ഇനി അത് ഉപയോഗിക്കുമ്പോൾ ട്രെൻഡിനോട് നമ്മൾ എത്തുന്നില്ല, നമ്മൾ ഡൗൺ ആണ്, നമ്മൾ താഴേക്ക് പോവാണ്, അതുകൊണ്ട് അതിലേക്ക് എത്തണം. അങ്ങനെ നമ്മുടെ ക്യാഷ്, നമ്മുടെ സമയം, നമ്മുടെ ഊർജ്ജമൊക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റാക്കി നമ്മളെ മാറ്റുന്നുണ്ടോ?
നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു ചിന്തയോടുകൂടി സമൂഹത്തിലെ മാറ്റവും നമ്മൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന രൂപമൊക്കെ ആ ശ്രദ്ധ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥയിൽ അവയെ ആ നെഗറ്റീവ് സൈഡുകളെ മാറ്റിവെച്ച് പോസിറ്റീവ് സൈഡുകളെ മാത്രം സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും കുട്ടികളും അധ്യാപകരും എല്ലാ ജനറേഷനും എല്ലാ പ്രായക്കാരും അവർക്ക് എല്ലാവർക്കും അങ്ങനെ മാറാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചർച്ചയുമായിട്ട് തീർച്ചയായിട്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.